ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരിക്കില്ല, ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ട്രിം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതിന് സെപ്പറേറ്റ് ഒരു എഡിറ്റിംഗ് ആപ്പ് ഒന്നും യൂസ് ചെയ്യണം എന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആപ്പും യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അല്ല എന്നുണ്ടെങ്കിൽ താഴെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിളിന് ഞാൻ ഈ ഒരു മുകളിലുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീൽ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്, പക്ഷേ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം ഇവിടെ താഴെ നമുക്ക് എഡിറ്റ് എന്നുള്ള വീണ്ടും വേറൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രിം ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രിം ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നിന്ന് സ്പ്ലിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നടുവിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഭാഗം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് ഭാഗത്തു നിന്നാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ എത്തിച്ചിട്ട് സ്പ്ലിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം 2 ക്ലിപ്പ് ആവുന്നതായിരിക്കും. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നീക്കിയിട്ട് ആ ഒരു ഭാഗം ഒഴിവാക്കുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ റീഓർഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ക്ലിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതുപോലെ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്ഷനൊക്കെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്, ലൊക്കേഷനൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റ് ഷെയർ ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസിൽ അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.